Hi, I'm Nizam. Welcome to my web designing tutorial. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മലയാളി കൂട്ടുകാർക്കും എൻ്റെ വെബ്സൈറ്റ് ഡിസൈനിങ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിസാം എന്നാണ്. ഞാൻ എൻ്റെ ഈ ട്യൂട്ടോറിയൽ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വീഡിയോസ് കുറേ പാർട്ടുകളായിട്ടായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനാണ് തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഞാൻ ഈ ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ പോകുന്നത് W3 സ്കൂൾ എന്ന സൈറ്റിൻ്റെ പേജസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്ക് ഈ w3school.com എന്ന സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന. സോ ഞാൻ ഈ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ഡെഫിനിഷൻ തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ കാണുന്നത് പോലെ ഫസ്റ്റ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ലേൺ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റായിട്ട് നിങ്ങൾ HTML എന്താണെന്ന് അറിഞ്ഞിരിക്കണം. തന്നെ HTMLൻ്റെ പാർട്ടായിട്ട് വരുന്ന HTMLൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷനാണ് HTML5. അതോടൊപ്പം തന്നെ CSSൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള CSS3, TCP ആൻഡ് IP. HTML യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ്, ലിങ്ക്, ഇമേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാമെന്നുള്ളതും പിന്നീട് ഒരു ഫോണ്ടിനുള്ള ഓരോ സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാനുമാണ് നിങ്ങൾക്ക് HTML യൂസ് ചെയ്യാവുന്നത്. HTML സ്റ്റാൻഡ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. പിന്നീട് അടുത്തതായിട്ട് അറിയേണ്ടുന്നുള്ളത് CSS ആണ്. CSS എന്ന് പറയുമ്പോൾ അതൊരു HTML ഫയലിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻസ്, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. CSSൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് CSS3. അതോടൊപ്പം തന്നെ TCP IP ഇതുപയോഗിച്ച് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വഴി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർവീസസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും വരും ചാപ്റ്ററിൽ പഠിക്കാം. പിന്നീട് അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടതുള്ളത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ മെയിനായിട്ടും വരുന്നത് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് JavaScript, HTML DOM, DHTML, VBScript, AJAX, jQuery, JSON. ഇത്രയുമാണ് നമുക്ക് ഇപ്പോൾ കറണ്ട് വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാവുന്നതാണ്. സോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു HTML പേജാണ്. ഓക്കെ, നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നതിന് ശേഷം നമുക്കതിലേക്ക് പോകാം. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ XML ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. പിന്നീട് സർവർ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്ത് ഈ കാണുന്ന സർവർ സ്ക്രിപ്റ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പോലെയുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. SQL, ASP, ADO, PHP, ASP.NET, Razor, .NET മൊബൈൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കാര്യം ഷുവറാണ്, നിങ്ങൾ ഈ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിലീസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ലേൺ HTML.
ഓക്കെ, HTML ഇരിക്കുകയാണ്. HTML നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. HTML എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ല, ഇതൊരു സ്ക്രിപ്റ്റിംഗ് കോഡാണ്. ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു HTML എഡിറ്റർ വേണ്ടി വരും. ഓക്കെ, ഞാനൊരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ ES ഫയൽ എക്സ്പ്ലോററും ഡ്രോപ്പ് ബോക്സും UC ബ്രൗസർ ഈ 3 ആപ്ലിക്കേഷൻസ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഇത് 3 ഉപയോഗിച്ച് നിങ്ങൾക്കൊരു HTML പേജ്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു HTML പേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും അത് വ്യൂ ചെയ്യാവുന്നതുമാണ്. ആദ്യമായി ഞാൻ ES ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിൽ ഞാൻ ന്യൂ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ ഒരു ഫയൽ നെയിം കൊടുത്തതിന് ശേഷം, ഓക്കെ, ഞാൻ my1 എന്നാണ് എൻ്റെ ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ ഷുവറായിട്ടും കൊടുത്തിരിക്കണം. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ .htm അല്ലെങ്കിൽ .html എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ my1.htm എന്ന നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫയൽ, ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ ഇതാണ്. ഞാനതിപ്പോൾ ക്ലിക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതാണ് ഓപ്ഷൻസ്. ഞാൻ ഡ്രോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ DB ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു PC-യിലാണ് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് നോട്ട്പാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ DB ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. സോ ഇതൊരു HTML പേജാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫയലിനെ HTML ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാഗ് യൂസ് ചെയ്യും. ഇതാണ് ആ ടാഗ്. ഓക്കെ, ഇത് HTML ഫയലാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാഗാണ്. അത് നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് ചില ബ്രൗസേഴ്സിലൊന്നും അത് വർക്കാവത്തില്ല. അത് ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ലാഷ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ടാഗ് ഓപ്പൺ ചെയ്തതും ആ ടാഗ് ക്ലോസ് ചെയ്യുന്നതും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് പറഞ്ഞു തരാൻ പോകുന്ന ടാഗ് എന്ന് പറയുമ്പോൾ ഹെഡ് ടാഗാണ്. ഹെഡ്, ഈ ടാഗിലൂടെ നിങ്ങൾക്ക് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡ് ടാഗിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, അതിനുള്ളിലായിരിക്കും നമുക്കൊരു പേജിൻ്റെ ടൈറ്റിൽ തുടങ്ങിയ മുതലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഹെഡിനുള്ളിലാണ്. ഹെഡിനുള്ളിൽ ഫസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആ പേജിനെ അകത്തൊന്നും ബാധിക്കത്തില്ല. അത് നിങ്ങൾ ഏത് ബ്രൗസറിലൂടെയാണോ അത് ഓപ്പൺ ചെയ്യുന്നത് ആ ബ്രൗസറിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലായിട്ട് അതിൻ്റെ ടൂൾ ബാറിലായിട്ട് ടൈറ്റിൽ രൂപത്തിൽ അത് കാണപ്പെടും. സോ അതെങ്ങനെയാണെന്ന് പറയാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. അത് ഇനി ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട ടൈറ്റിൽ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ കൊടുക്കാൻ പോകുന്നത് മൈ ടൈറ്റിൽ എന്നാണ്. ഓക്കെ, ഞാൻ മൈ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് ഇവിടെ സെൻറ്റൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യണം.
അത് നമ്മൾ മുമ്പ് ചെയ്ത മെത്തേഡിൽ തന്നെ ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഹെഡ് ടാഗ്. ഇത്രയും ടാഗ് നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. സോ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടാഗാണ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ബോഡിക്കുള്ളിലായിരിക്കും നമ്മുടെ പേജിൽ എന്തൊക്കെ കണ്ടൻറ്റ് വരാനുള്ളത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡ് ടാഗിനുള്ളിൽ നമ്മൾ ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ HTML എന്ന് പറയുന്ന 2 ടാഗിനുള്ളിലാണ് ഈ കാണുന്ന ഫുൾ ടാഗും നമ്മൾ പ്ലേസ് ചെയ്തത്. HTML-നുള്ളിൽ മാത്രമേ ഈ HTML കോഡുകളെല്ലാം പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടാഗാണ് ബോഡി എന്ന് പറയുന്ന ടാഗ്. അത് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞു ബോഡി. അതോടൊപ്പം തന്നെ നമ്മളത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഒരു ടാഗ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ബോഡിക്കുള്ളിലാണ് നമ്മളിപ്പോൾ ബോഡി എന്ന് പറയുന്ന ഈ 2 ടാഗിനുള്ളിലായിരിക്കും നമ്മൾ കാണുന്ന ഈ ഏത് വെബ്സൈറ്റും നമ്മൾ കാണുന്ന ഫോമിലാക്കി എടുക്കുന്നത്. ഈ ബോഡിക്കുള്ളിൽ കൊടുക്കുന്ന ഫങ്ഷൻസ് അനുസരിച്ചായിരിക്കും. ബോഡിക്കുള്ളിൽ ഞാനിപ്പോൾ എന്ത് ടൈപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ സേവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഫോമിൽ എങ്ങനെയാണോ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താണോ അത് ഞാനൊരു വെബ്സൈറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബോഡിക്കുള്ളിൽ ഞാനിപ്പോൾ ഒരു സം വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ആൻ ആപ്പിൾ എന്ന ഫോമിൽ ഒരെണ്ണം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ബോഡിക്കുള്ളിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് പോയി ആ ഫയൽ നമുക്ക് ഒരു ബ്രൗസറിൽ എങ്ങനെ കാണുമെന്ന് നോക്കാം. ഞാനൊരു ബ്രൗസർ UC ബ്രൗസർ എന്ന് പറയുന്ന ഒരു ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്ത ആൻ ആപ്പിൾ എന്ന 2 വേർഡ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആൻ ആപ്പിൾ എന്ന് പറയുന്ന ഈ വേർഡിന് നമുക്ക് ഇഷ്ടമുള്ള വേർഡ് കൊടുക്കാം. അതിന് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ഫോണ്ട് സൈസ്, അലൈൻമെൻറ്റ്, പിക്ചർ, ഇമേജസ് എല്ലാം തന്നെ നമുക്കവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ട്യൂട്ടോറിയൽ ഇനി നമുക്ക് പഠിക്കാൻ ഉള്ളത് നമ്മളിതോടൊപ്പം തന്നെ കുറേ ടാഗുകൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച ടാഗുകൾ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുകയാണെങ്കിൽ HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇത്രയും ടാഗുകളാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. നമുക്കിനി പുതിയ ഒരു ടാഗ് പഠിക്കാം. ബോഡിക്കുള്ളിലാണ് ഇനി നമ്മൾ എല്ലാ ടാഗുകളും ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബോഡിക്കുള്ളിൽ ആദ്യമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ടാഗാണ് H1 ടാഗ്. H1 ഈ ടാഗ് ഞാൻ ഓപ്പൺ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ആ ടാഗ് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, H1 ടാഗിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ബോഡിക്കുള്ളിൽ ഒരു ടൈറ്റിൽ ഫോമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് H1 എന്ന ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ H1-ന് പകരം എനിക്ക് H2 മുതൽ H6 വരെ എനിക്കിവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. H1 ആയിരിക്കും ഏറ്റവും വലിയ ഫോണ്ട് രൂപത്തിലുള്ള ടൈറ്റിലായിട്ടുള്ള ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇവിടെ ഞാനൊരു വേർഡ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. മൈ ഹെഡിങ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ടാഗ് കൊടുത്ത ശേഷം സേവ് ചെയ്ത് നോക്കുകയാണ്.
ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇനി അത് നമുക്കത് ബ്രൗസറിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ബ്രൗസറിൽ H1 ടാഗ് യൂസ് ചെയ്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൈ ഹെഡിങ് കാണുക, ഒത്തിരി ബോൾഡായിട്ടും ഈ ബിഗ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീടെന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടാഗാണ് P എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, നമ്മൾ P ടാഗിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. P ടാഗ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. P എന്ന് പറയുന്ന ടാഗ് ഇപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഞാനിവിടെ P ടാഗ് കൊടുത്തു. അതിനുശേഷം ഞാനൊരു പാരഗ്രാഫ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. 2-3 വേർഡ്സ് ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം തന്നെ നമ്മൾ P എന്ന് പറയുന്ന ടാഗ് നമുക്കിവിടെ ക്ലോസ് ചെയ്യണം. അതും നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണും. ഓക്കെ, ഞാനിവിടെ P ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് ബ്രൗസറിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ, ഞാനത് ബ്രൗസറിലേക്ക് പോവുകയാണ്. ബ്രൗസറിൽ ചെന്ന ശേഷം ഐ ആം റൈറ്റിംഗ് എ പാരഗ്രാഫ് എന്നുള്ളത് ഒരു പാരഗ്രാഫ് ഫോമിലാണ് നമ്മൾ കാണുന്നത്. ഇത് ചെറിയ 1-2 വേർഡ് ആയതുകൊണ്ടാണ് ഇത് ഒരുപാട് വലിയ സെൻറ്റൻസ് പാരഗ്രാഫ് പോലുള്ള കാര്യങ്ങൾ നമുക്കതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥ പാരഗ്രാഫിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ബ്രൗസറിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും W3 സ്കൂൾ സൈറ്റിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ HTML ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു HTML എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റത്തവണ കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരിക്കും. ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് HTML നോക്കാം. HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും താഴെയാണ് HTML ടാഗ് ക്ലോസും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, ബോഡി ടാഗ് ക്ലോസും ചെയ്തിരിക്കുന്നു. ഇവർ ഹെഡ് ടാഗും ടൈറ്റിൽ ടാഗും ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. അത് ഇനി വരുന്ന പേജുകളിൽ നമുക്ക് W3 സ്കൂളിൻ്റെ വരുന്ന പേജുകളിൽ നമുക്കിനി അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് ബോഡിക്കായിട്ട് ബോഡിക്കുള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. H1 ടാഗും P ടാഗും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. H1 ടാഗ് ഓപ്പൺ ചെയ്തു, മൈ ഫസ്റ്റ് ഹെഡിങ്. പിന്നെ H1 ടാഗ് ക്ലോസും ചെയ്തിട്ടുണ്ട്. ഇവിടെ P ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ P ടാഗ് ക്ലോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ബ്രൗസറിൽ എങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇതെല്ലാം തന്നെ നമുക്ക് പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ HTML ഫയൽ. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത ഭാഗം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഫയൽ സേവ്ഡ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ
ആ ഫയൽ ഒന്ന് ബ്രൗസറിൽ വ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. മൈ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് നമ്മൾ H1 ടാഗിനുള്ളിലാണ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് അത് അല്പം ബിഗ് ആയിട്ട് ഫോണ്ട് ഇത്തിരി ബോൾഡായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ളതും ഇവിടെ അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പറ്റിയിട്ടുള്ള അത് തന്നെയാണ്. ഇത്തിരി ചെറിയ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇത് പാരഗ്രാഫ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം എഡിറ്ററിലും ബ്രൗസറിലും നിങ്ങൾക്കത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അത് മനസ്സിലാകും. ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് അല്പം കൂടി ലെങ്തി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കറക്റ്റ് ഒരു മാഗസിനിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു പാരഗ്രാഫ് ഫോമിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും W3 സ്കൂളിൻ്റെ സൈറ്റിലേക്ക് വരാം. പിന്നും W3 സ്കൂളിൻ്റെ സൈറ്റിലേക്ക് വരുമ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസും ടെസ്റ്റും ക്യൂസ് പോലുള്ള കാര്യങ്ങളും നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ HTML ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് HTML സ്റ്റാർട്ട് ചെയ്തതിലോട്ട് പോകാം. ഇവിടെ HTMLൻ്റെ 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ H1, H2, H3 തുടങ്ങിയ ടാഗുകൾ അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ P ടാഗ് യൂസ് ചെയ്ത് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്ന ടാഗ് എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് എങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിനുള്ള ടാഗാണ്. അതിനുള്ള ടാഗാണ് IMG എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ട്യൂട്ടോറിയൽ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കും. തൽക്കാലം ഈ വീഡിയോ പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മളിവിടെ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വരും ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ വശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. So happy learning to HTML and website designing. Thank you.